Hello, welcome to the video. In this session, we will be discussing Enriching English Module 1, Unit 1, titled Types of Listening, Listening for Detailed and Specific Information. In this unit, we will be learning two types of listening. First of all, രണ്ട് തരത്തിലുള്ള ലിസണിങ്ങിനെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പാരഗ്രാഫ്സിൽ ടൈപ്സ് ഓഫ് ലിസണിങ്ങിനെ കുറിച്ച് പറയുകയാണ്. രണ്ട് തരത്തിൽ നമ്മൾ കേൾവിയെക്കുറിച്ച് പറയാറുണ്ട്. വെറുതെ കേൾക്കുക, ഹിയറിംഗ്, അതുപോലെ തന്നെ ശ്രദ്ധാപൂർവം കേൾക്കുക, ലിസണിങ്. ഹിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ വളരെ അവ്യക്തമായി കേൾക്കുന്ന ശബ്ദങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഹിയർ ചെയ്യുന്നു, കേൾക്കുന്നു. എന്നാൽ ലിസണിങ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി വാക്കുകൾ വേർതിരിച്ചുകൊണ്ട് കേൾക്കാനുള്ള ശ്രമത്തിനെയാണ് ലിസണിങ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ലിസണിങ് ആണ് ഉള്ളത്, ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ്. എന്താണ് ആക്റ്റീവ് ലിസണിങ്? അതിൻ്റെ ഡെഫിനിഷൻ എവിടെയാണുള്ളത്? ടെക്സ്റ്റിൽ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എൻറിച്ചിങ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പിക്ചർ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ രണ്ടാമത്തെ പേജിൽ യൂണിറ്റ് 1 സബ് ഹെഡിങ് ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ്. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് ഡെഫിനിഷൻ. ആക്റ്റീവ് ലിസണിങ് മീൻസ് റിയലി പേയിങ് അറ്റൻഷൻ ടു വാട്ട് ദി അതർ പേഴ്സൺ ഇസ് സേയിങ്. മറ്റൊരു വ്യക്തി പറയുന്നതിനെ പൂർണ്ണമായും ശ്രദ്ധിക്കുക. റിയലി പേയിങ് അറ്റൻഷൻ, ആ 3 വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുക. റിയലി പേയിങ് അറ്റൻഷൻ ടു വാട്ട് ദി അതർ പേഴ്സൺ ഇസ് സേയിങ്. ഇറ്റ് ഇൻവോൾവ്സ് ഷോയിങ് ദാറ്റ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് ദേ ആർ സേയിങ് by making eye contact, nodding and asking questions with understanding and empathy, and demonstrating understanding through both verbal and non-verbal cues. നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക മറ്റൊരാൾ പറയുന്നത്, അതുപോലെ തന്നെ അത്തരത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് ആ വ്യക്തി ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയാട്ടുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നു. അതായത് അയാളുടെ മുഖത്ത് നോക്കിയിരിക്കുക, ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആക്റ്റീവ് ലിസണർ ആണ് എന്ന് പറയാം. ആ വ്യക്തി പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ആക്റ്റീവ് ലിസണിങ് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം. നേരെ ഓപ്പോസിറ്റാണ് പാസീവ് ലിസണിങ്. അതിൻ്റെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പാസീവ് ലിസണിങ് ഈസ് വെൻ യു ആർ ഹിയറിംഗ് ദ വേർഡ്സ് സംവൺ ഇസ് സേയിങ് ബട്ട് യു ആർ നോട്ട് ഫുള്ളി എൻഗേജ്ഡ് ഓർ ഷോയിങ് മച്ച് ഇൻട്രസ്റ്റ്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷേ എൻഗേജ്ഡ് അല്ല, അതുമായിട്ട് നിങ്ങൾ അതിനോടൊരു ആശയവിനിമയം നടത്തുന്നില്ല, ജസ്റ്റ് കേൾക്കുകയാണ്, പക്ഷെ അതിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നില്ല. അത്ര താല്പര്യമില്ലാത്തതുപോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. യു മൈറ്റ് ബി ഡിസ്ട്രാക്റ്റഡ് ബൈ സംതിങ് എൽസ് ഓർ നോട്ട് റെസ്പോണ്ടിങ് മച്ച് ടു വാട്ട് ദി അതർ പേഴ്സൺ ഇസ് സേയിങ്. മറ്റെന്തെങ്കിലും കാര്യം നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി ഒരു വ്യക്തി പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, പുറത്ത് നോക്കിയിരിക്കുകയാണ്, മറ്റെവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുകയാണ്, മറ്റെന്തെങ്കിലും ഇടയ്ക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് പാസീവ് ലിസണിങ് ആണ് എന്ന്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. അതായത്, യുവർ ഫ്രണ്ട് ഇസ് ഷോയിങ് യുവർ പിക്ചർ ദേ ഡ്രൂ ആൻഡ് എക്സ്പ്ലെയിനിങ് വാട്ട് ഈച്ച് പാർട്ട് മീൻസ്. ഒരു ഫ്രണ്ട് താൻ വരച്ച ചിത്രം നമ്മളെ കാണിക്കുകയാണ്, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. രണ്ട് തരത്തിലുള്ള ലിസണിങ് അവിടെ എങ്ങനെ സംഭവിക്കുന്നു നോക്കാം. ആക്റ്റീവ് ലിസണിങ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം ഉണ്ടാവുക? We look closely at the picture, listen to your friend's explanation, and ask questions like why did you choose these colors, or what inspired you to draw this picture, etc. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ എന്താണ് നിന്നെ ഈ ചിത്രം വരയ്ക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് നീ ഈ കളറുകൾ ചൂസ് ചെയ്തത് ഈ ചിത്രത്തിന്, എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ഉത്തരം നമ്മൾ ശ്രദ്ധാപൂർവ്വം കേൾക്കും. ഇതാണ് ഒരു ആക്റ്റീവ് ലിസണർ ചെയ്യുന്നത്. എന്നാൽ പാസീവ് ലിസണർ എന്താ ചെയ്യുക? Glance at the picture briefly and nod without really paying attention to what your friend is saying. വെറുതെ ചിത്രം ഒന്ന് നോക്കി അങ്ങ് കടന്നു പോകും, അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കില്ല, തൻ്റെ ഫ്രണ്ട് എന്താ പറയുന്നത് ശ്രദ്ധിക്കില്ല. ഇതാണ് പാസീവ് ലിസണർ ചെയ്യുക. ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ് ഹാവ് ദെയർ ഓൺ യൂസസ്. While active listening helps understand the nuances of conversation, develops deeper connections between individuals, improves comprehension, and promotes effective communication, passive listening has its own uses also. അതായത് ആക്റ്റീവ് ലിസണിങ്ങിന് വലിയ ഉപകാരങ്ങളുണ്ട്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എന്താ അത്? മറ്റ് വ്യക്തികളുമായി ആഴത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക. ഒരു മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ ആഴങ്ങളിലേക്ക്, നിരവധി തലത്തിലുള്ള അർത്ഥങ്ങളിലേക്ക്, ന്യൂവാൻസസ് എന്ന് പറഞ്ഞ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക.
ഇതൊക്കെ നമ്മളെ ഇതിനൊക്കെ സഹായിക്കുന്നത് ആക്റ്റീവ് ലിസ്ണിംഗ് ആണ്. ആക്റ്റീവായി കേൾക്കുമ്പോൾ മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കൂ, ഉത്തരം കൃത്യമായി ശ്രദ്ധിച്ച് അയാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതൊരു ക്ലാസ്സിലായാലും നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരു വ്യക്തിയുമായി ആശയവിനിമയം നടത്തുമ്പോഴായാലും ഒക്കെ വളരെ അത്യാവശ്യമായ ഒരു കേൾവിയുടെ രീതിയാണ് ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ആക്റ്റീവ് ലിസ്ണേഴ്സാണ് പലപ്പോഴും നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവർ. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒക്കെ. ആക്റ്റീവ് ലിസ്ണിംഗ് പലരും പറയാതെ പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും നമ്മൾ ആക്റ്റീവായി കേൾക്കുകയാണെങ്കിൽ, ആക്റ്റീവ് ലിസ്ണിങ്ങിലൂടെ. അപ്പോൾ ആക്റ്റീവ് ലിസ്ണിങ്ങിൻ്റെ സവിശേഷത നേരത്തെ സൂചിപ്പിച്ചു. ബൈ നോഡിങ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ബൈ യൂസിങ് വേർബൽ ആൻഡ് നോൺ വേർബൽ ക്യൂസ്. നേരത്തെ സൂചിപ്പിച്ചു അല്ലേ, വേർബൽ ആൻഡ് നോൺ വേർബൽ ക്യൂസ്, അതായത് വാക്കുകൾ കൊണ്ടും അല്ലാതെയുമുള്ള ചില സൂചനകൾ. ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൂസ് ആണ്, സൂചനകളാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, താങ്കൾ പറയുന്നതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ് എന്നൊക്കെ നമ്മുടെ അംഗവിക്ഷേപങ്ങളിലൂടെയും ചിലപ്പോൾ നമ്മുടെ ചില വാക്കുകളിലൂടെ ഓ അതെയല്ലേ, ഓ യെസ്, ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരു ആശയവിനിമയമുണ്ടല്ലോ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസീവ് ലിസ്ണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആണ്, അതായത് വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കാം നമുക്ക്. such as enjoying music, podcasts, audiobooks, etc. while engaging in other activities like traveling. Commuting means traveling, exercising and doing chores, doing daily household chores, etc. അപ്പോൾ നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ മറ്റു കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു കഴിവുണ്ട് അല്ലേ? യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ട് വാർത്തയോ അല്ലെങ്കിൽ അത്തരം പരിപാടികൾ, ഓഡിയോ ബുക്സ്, പോഡ്കാസ്റ്റോ കേട്ടുകൊണ്ട് ജോലി ചെയ്യുക. അതായത് പൂർണ്ണമായും നമ്മൾ ഈ കേൾക്കുന്ന കാര്യത്തിൽ എൻഗേജ്ഡ് അല്ലെങ്കിലും നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് അതേസമയം തന്നെ. എന്നാൽ നമ്മളോട് സംസാരിക്കുന്ന ആ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വീഡിയോയോട് നമ്മൾ പ്രതികരിക്കുന്നില്ല. പൂർണ്ണമായി 100% നമ്മുടെ ഫോക്കസ് അതിലല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തരത്തിൽ പാസീവ് ലിസണിങ് ഉപയോഗിക്കാം. നമുക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള അവസരങ്ങളിൽ നമ്മൾ ഒരുപാട് മറ്റ് കോലാഹലങ്ങൾ നമ്മൾ ശല്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, പക്ഷേ അത് നമ്മുടെ ആക്ടിവിറ്റിയെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ സഹായിക്കും. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. ഇപ്പോൾ കോൺസെൻട്രേഷൻ എന്ന പോയിന്റ് അങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. പ്രൈമറി ടാസ്ക്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുകയാണ്, നമ്മൾ കാര്യം ചെയ്യുന്നത് ശരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ ശ്രദ്ധ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ചുറ്റുമുള്ള മറ്റ് ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ പാട്ടൊക്കെ വെച്ച് കുറച്ച് സമയം അങ്ങനെ ആ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവായി പാട്ടും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് ഈ ജോലി ചെയ്യാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും പാസീവ് ലിസ്ണിങ്ങിൻ്റെ ഗുണമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. മറ്റൊന്നാണ് പാസീവ് ലിസ്ണിങ്ങിൻ്റെ ഒരു യൂസാണ് റിലാക്സേഷൻ ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ. calming sounds such as an ocean or raining. കടലിൻ്റെ ശബ്ദം, സൗണ്ട് ഓഫ് ആൻ ഓഷ്യൻ വേവ്സ് അല്ലേ, കടലിൻ്റെ തിരമാലകളുടെ ശബ്ദം. ഇത്തരത്തിൽ നമ്മളെ കാം ചെയ്യുന്ന ശബ്ദങ്ങൾ, ശാന്തമാക്കുന്ന ശബ്ദങ്ങൾ, മഴയുടെ ശബ്ദം, ഇതൊക്കെ ഒരുപാട് നമ്മളെ ശാന്തമാക്കുന്നു, നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു, സ്ട്രെസ് റിഡക്ഷന് സഹായിക്കുന്നു. ഇറ്റ് ക്യാൻ സെർവ് എസ് എ ഫോം ഓഫ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, helping individuals unwind and alleviate tension without requiring active mental engagement. നമ്മുടെ മനസ്സിനെ കൂടുതൽ ശല്യപ്പെടുത്താതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ശാന്തത ആവശ്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഇട്ട് പ്ലേ ചെയ്യാം, പാട്ട് പോലെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഇത്തരം ശാന്തത നൽകുന്ന ശബ്ദങ്ങൾ പുറമേ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ശ്രദ്ധിക്കാം. ഇതൊക്കെ പാസീവ് ലിസണിങ്ങിൻ്റെ ഗുണങ്ങളാണ് എന്ന് പറയാം. ഇവിടെയൊന്നും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട് അനലൈസ് ചെയ്യാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് കേട്ട് അതിൻ്റെ ആ ആസ്വാദനം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവെയർനെസ് ഓഫ് സറൗണ്ടിങ്സ് ആണ് മറ്റൊരു ഉപയോഗം പാസീവ് ലിസണിങ്ങിൻ്റെ. ഇറ്റ് ക്യാൻ എൻഹാൻസ് അവെയർനെസ് ഓഫ് വൺ സറൗണ്ടിങ്സ് ബൈ ട്യൂണിങ് ഇൻ ടു സൗണ്ട്സ് ആൻഡ് നോയ്സസ് ഇൻ ദി എൻവയൺമെൻറ്റ്. ചുറ്റുമുള്ള പരിസരത്തിൻ്റെ ശബ്ദങ്ങളിലേക്ക് നമ്മൾ ട്യൂണിൻ ചെയ്യുകയാണ്. നമ്മൾ ഒരു വഴിക്ക് നടക്കുകയാണെന്ന് വിചാരിക്കുക, പിന്നിൽ വരുന്ന വാഹനം ഏതാണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ. സൈക്കിൾ വരികയാണോ, ബൈക്ക് വരികയാണോ, കാർ വരികയാണോ, ട്രക്കാണോ വരുന്നത്, പരിചയമുള്ള ബസ്സാണോ വരുന്നത്, KSRTC ബസ്സാണോ വരുന്നത്, നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ്? നമ്മൾ പിന്നോട്ട് തിരിഞ്ഞ് നോക്കാതെ തന്നെ മനസ്സിലാവും എങ്ങനെയാണ്, ശബ്ദം കേട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചൊരു അവബോധം നൽകുന്നതിന് ഇത്തരം പാസീവ് ലിസണിങ് സഹായിക്കും. ചുറ്റുമുള്ള ശബ്ദങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കേട്ടില്ലെങ്കിലും ചുറ്റുമുള്ള ശബ്ദങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം
നമ്മളെ വളരെയധികം സഹായിക്കും. എവിടെയാണ് നിൽക്കുന്നത്, ഏതു പരിസരത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസീവ് ലിസണിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം തന്നെയാണ് അവയർനെസ് ഓഫ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ലേണിങ്ങിന് പാസീവ് ലിസണിങ് ഉപയോഗിക്കാം. എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ് ദംസെൽവ്സ് ടു ന്യൂ ലാംഗ്വേജസ് ഓർ ആക്സെൻറ്റ്സ്. പുതിയ ഭാഷകളെക്കുറിച്ച്, പുതിയ ഭാഷ ഉപയോഗം, അല്ലെങ്കിൽ ആക്സെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷ ഉച്ചരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉച്ചാരണ രീതികൾ, പുതിയ ഭാഷകൾ, അതുപോലെ തന്നെ പുതിയൊരു ഭാഷ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഭാഷയെക്കുറിച്ചുള്ള ആശയം, ഭാഷയെ പറയാനുള്ള അറിവ്, അതിൻ്റെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം, വാക്കുകൾ എങ്ങനെ സൗണ്ട് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഉച്ചരിക്കേണ്ടത്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉച്ചാരണ ശബ്ദങ്ങൾ വരേണ്ടത്. അതുപോലെ തന്നെ പുതിയ വാക്കുകൾ പഠിക്കാനും ഇത്തരം എക്സസൈസുകൾ നല്ലതാണ്. ബൈ റെഗുലർലി ലിസ്ണിംഗ് ടു കോൺവെർസേഷൻസ്, song lyrics, or radio programs in a different language, individuals can gradually familiarize themselves with the sounds, rhythms, vocabulary, and grammatical structures of that language. കൃത്യമായി എല്ലാ ദിവസവും ഒരു ഡെയിലി പ്രാക്ടീസ് പോലെ പാട്ടുകൾ, ലിറിക്സ് വായിച്ചുകൊണ്ട് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ലിറിക്സ് കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുക. അതുപോലെ വാർത്തകളോ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഡെയിലി കേട്ട് കഴിഞ്ഞാൽ ഏതാണോ ആ ഭാഷ അതിൽ നമുക്ക് കൂടുതൽ പ്രാവീണ്യം നേടാം. ലാംഗ്വേജ് ലേണിങ്ങിനെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിലിരുന്ന് ലാംഗ്വേജ് കേൾക്കുന്നത് പോലെയുള്ള ഒരു പ്രയാസം ഇതിനില്ല എന്നുള്ളതാണ്. ക്ലാസ്സിലിരുന്നു കൊണ്ട് ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ശ്രദ്ധ ആവശ്യമാണ്. നോട്ട്സ് എഴുതേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങിപ്പോവും. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നിരന്തരം ഇതുപോലെ പഠിക്കാൻ ഏത് ഭാഷയാണ് നമ്മൾ ശ്രമിക്കുന്നത്, ജർമ്മനാണ്, അങ്ങനെയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിലുള്ള ന്യൂസ് ബുള്ളറ്റിൻസ്, ഡോക്യുമെൻ്ററികൾ, പോഡ്കാസ്റ്റിംഗ് ഒക്കെ നിരന്തരം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. കുറേ കഴിയുമ്പോൾ ആ ഭാഷ എങ്ങനെ ഉച്ചരിക്കണം, വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കുന്നത്, അതുപോലെ അത് സൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണ്, സൗണ്ട് സിസ്റ്റം, ലാംഗ്വേജിലുള്ള സൗണ്ട് സിസ്റ്റം ഉണ്ടല്ലോ, ഹൗ ഡു ദേ സൗണ്ട്, ലാംഗ്വേജ് സൗണ്ട്സ്, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പാസീവ് ലിസണിങ്ങിന്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. ഒന്നും കൂടി പറയാം. എൻ്റർടൈൻമെൻറ്റ് ഒന്നാമത്തെ യൂസ്, രണ്ടാമത്തെ കോൺസെൻട്രേഷൻ, മൂന്നാമത്തെ റിലാക്സേഷൻ ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ, നാലാമത്തെ അവെയർനെസ് ഓഫ് സറൗണ്ടിങ്സ്, അഞ്ചാമത്തത് ലാംഗ്വേജ് ലേണിംഗ്. 5 യൂസാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് പാസീവ് ലിസണിങ്ങിന്. While passive listening has its benefits, it is essential to understand that it may not be as effective for comprehension of learning as active listening. ഓർമ്മിക്കുക, അത് passive listening is not 100% recommended for educational purposes. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. അത് ഒരിക്കലും നമുക്ക് പാസീവ് ലിസണിങ് 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ അത്ര ബെനിഫിറ്റ് അതിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. Therefore, it is important to balance passive listening with active engagement, especially in situations that require focused attention or understanding. അപ്പോൾ പാസീവ് ലിസണർ ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഒരു സാഹചര്യത്തിൽ പാസീവ് ലിസണിങ് ചെയ്യുന്നു എന്നിരിക്കുക, അങ്ങനെയാണെങ്കിൽ കൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആക്റ്റീവ് ലിസണിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് നടത്തിക്കൊണ്ട് അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാം എന്നുള്ളതാണ്. അതായത് നോട്ട് എഴുതിയെടുക്കുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, പിന്നെ സംസാരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പെരുമാറുക. അതായത് അയാളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അയാളോട് ദേഷ്യമുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. ശ്രദ്ധിക്കുക അയാൾ പറയുന്നത്, തലയാട്ടുക, ചോദ്യങ്ങൾ ചോദിക്കുക, ആവശ്യമുള്ള അനാവശ്യമായ ചോദ്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ അത് ചോദിക്കുക. ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചോദിക്കുക. വിത്ത് അറ്റൻഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഫോക്കസ്ഡ് അറ്റൻഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചില സാഹചര്യങ്ങൾ നമ്മുടെ വളരെ കാര്യമായ ശ്രദ്ധ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. സർട്ടൻ സിറ്റുവേഷൻസ് റിക്വയർ അവർ അറ്റൻഷൻ, നമ്മളെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ചില സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യപ്പെടുന്ന ചില സാഹചര്യങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളിൽ ആക്റ്റീവ് ലിസണിങ് തന്നെ വേണം. അപ്പോൾ പാസീവ് ലിസണർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിൽ പാസീവ് ലിസണിങ്ങിലൂടെ കടന്നു പോവുകയാണ്, ശ്രദ്ധിക്കാതിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങളത് തിരിച്ചറിയണം, ചില മെഷേഴ്സ് എടുക്കണം, ചില സ്റ്റെപ്പുകൾ എടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ആക്റ്റീവ് ലിസണർ ചെയ്യേണ്ടത്, അതൊരു ചോദ്യമാണ്. ആക്റ്റീവ് ലിസണർ എന്തൊക്കെ ചെയ്യണം? നമ്മൾ മുൻപേ പറഞ്ഞത് തന്നെയാണ്.
making eye contact, nodding and asking questions with understanding and empathy. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് എമ്പതിയും ഉപയോഗിക്കണം, ഒരു സഹാനുഭൂതിയോടെ ചോദിക്കണം. ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പമാക്കാനല്ല നമ്മൾ ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ ബോത്ത് വേർബൽ ആൻഡ് നോൺ വേർബൽ ക്യൂസ്. നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇയാൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വേർബൽ ആൻഡ് നോൺ വേർബൽ ക്യൂസ് ഉപയോഗിക്കാം നമുക്ക്. അതായത് വാക്കുകളോ അല്ലെങ്കിൽ ജസ്റ്റ് ബോഡി ലാംഗ്വേജ്, എന്തെങ്കിലുമൊക്കെ ആംഗ്യങ്ങൾ, തലയാട്ടുക, അതുപോലുള്ള നമ്മൾ ബോഡി ലാംഗ്വേജ് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ വെളിവാക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് ലിസണിങ് വളരെ കൃത്യമായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഡെഫിനേഷൻ ഒരിക്കൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. നിങ്ങൾക്ക് കേട്ട് പഠിക്കാം. ചില ആൾക്കാർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് ഇത് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ഉത്തരം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. ആക്റ്റീവ് ലിസണിങ് means really paying attention to what the other person is saying. അപ്പം ഇങ്ങനെ ചോദ്യം വരിക, വാട്ട് ഈസ് ആക്റ്റീവ് ലിസണിങ്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അടുത്ത ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഈ രണ്ട് ഡെഫിനിഷനിൽ അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഈസ് ആക്റ്റീവ് ലിസണിങ്, വാട്ട് ഈസ് പാസീവ് ലിസണിങ്? Active listening means really paying attention to what the other person is saying. It involves showing that we are interested in what they are saying by making eye contact, nodding, and asking questions with understanding and empathy, and demonstrating understanding through both verbal and non-verbal cues. Cues means clues, meaning signs, അടയാളങ്ങൾ കാണിച്ചുകൊണ്ട്. എങ്ങനെ വാക്കുകൾ, വേർബൽ അടയാളങ്ങളാവാം, വാക്കുകൾ കൊണ്ട് പറയാം, മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് തലയാട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോൺ വേർബലായ തരത്തിലുള്ള അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് തിരിച്ചങ്ങോട്ട് പ്രകടിപ്പിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, വാട്ട് ഈസ് പാസീവ് ലിസണിങ്? ഉത്തരം ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. പാസീവ് ലിസണിങ് ഈസ് when you are hearing the words someone is saying but you are not fully engaged or showing much interest. You might be distracted by something else or not responding much to what the person is saying. ഇതാണ് ഡെഫിനിഷൻ. ഇനി അടുത്തത് യൂസസ് ഓഫ് ആക്റ്റീവ് ലിസണിങ്. എന്താണ് യൂസസ്? ആക്റ്റീവ് ലിസണിങ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ന്യൂവാൻസസ് ഓഫ് കോൺവെർസേഷൻ, ഡെവലപ്സ് ഡീപ്പർ കണക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ഇംപ്രൂവ്സ് കോംപ്രിഹെൻഷൻ ആൻഡ് പ്രൊമോട്ട്സ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, യൂസ് പഠിച്ചു വെക്കുക. പാസീവ് ലിസണിങ്ങിൻ്റെ യൂസ് കൂടി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ആണ്. പാസീവ് ലിസണിങ്ങിൻ്റെ യൂസ് എന്ന് പറയുന്നത് 1 എൻ്റർടൈൻമെൻറ്റ്, 2 കോൺസെൻട്രേഷൻ, 3 റിലാക്സേഷൻ ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ, 4 അവെയർനെസ് ഓഫ് സറൗണ്ടിങ്സ്, 5 ലാംഗ്വേജ് ലേണിംഗ്. അപ്പോൾ ഇതിങ്ങനെ വാക്കുകൾ മാത്രം പറഞ്ഞു പോയാൽ പോരാ, അതിൻ്റെ വിശദീകരണങ്ങൾ എഴുതേണ്ടി വരും പരീക്ഷയ്ക്ക്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തം ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ടെക്സ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പഠിക്കാൻ, ബൈ ഹാർട്ട് പഠിക്കാൻ ആവുന്നവർക്കത് പഠിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്, അല്ലേ? ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് കാണുക സംശയമുള്ളവർ കേട്ടോ. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ, നോട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കോമെൻറ്റ്സ് രൂപത്തിൽ താഴെ രേഖപ്പെടുത്തുക. ഞാനത് ചെക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നോട്ട്സ് അങ്ങനെയാണെങ്കിൽ അടുത്ത സെഷനിൽ ലിങ്ക് രൂപത്തിൽ ഞാൻ അവൈലബിൾ ആക്കുന്നതാണ്. അതുപോലെ അടുത്ത ഒരു സെഷൻ ടാസ്ക് 1 എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലൊരു പാർട്ടുണ്ട് ടാസ്ക് 1. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടാസ്ക്കാണ്. അത് നമ്മൾ അടുത്ത സെഷനിൽ ഡീൽ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.